സാറേ, ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി അറിയാമല്ലോ, ചൂലാണ് അവരുടെ ചിഹ്നം. തൂത്തെറിയുക, എല്ലാ മാലിന്യങ്ങളെയും തൂത്തെറിയാൻ വേണ്ടി വന്ന പാർട്ടിയാണ്. ഇടയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയി. അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കും, മാറ്റം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് രൂപീകരിച്ച പാർട്ടിയാണ്. പക്ഷെ ഹരിയാനയിൽ അവർ പ്രതീക്ഷിച്ചത് നേട്ടം ഉണ്ടാക്കാനേ കഴിഞ്ഞില്ല. ഒരു സീറ്റിൽ പോലും അവർക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റാണ് ഹരിയാന, പഞ്ചാബ്, ഡൽഹി, ഇവിടെയൊക്കെയാണല്ലോ അവരുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് പറയാവുന്നത്. എന്താണ് ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ചത്? അല്ല, അതങ്ങനെ അങ്ങനെ അധികം നെഗറ്റീവായി കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇന്ത്യയിൽ രൂപം കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും പെട്ടെന്ന് വളർച്ച കാണിച്ചൊരു പാർട്ടി BJP ആണ്. ബാക്കി കോൺഗ്രസ്, CPI ഒക്കെ ഒരുപാട്, CPI എന്നാൽ ബേസിക്കലി CPI ഒരുപാട് സമയം എടുത്തിട്ടാണ് വളർന്നത്. സോഷ്യലിസ്റ്റുകാർ അങ്ങനെ തന്നെ പെട്ടെന്ന് വളർന്നൊരു പാർട്ടി BJP അങ്ങനെ വളരാൻ കാരണം വെച്ചാൽ സംഘത്തിൻ്റെ അടുത്തത് അവർക്കുണ്ടായിരുന്നു, ജനസംഘത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏതാണ്ട് 20 വർഷം കൊണ്ട് അവർക്ക് അധികാരം പിടിക്കാൻ പറ്റി. പക്ഷേ അതിലും വലിയ അത്ഭുതമാണ് ഈ ആം ആദ്മി പാർട്ടി. അവർക്ക് അങ്ങനെ സംഘത്തിന് പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവർക്കില്ല, ഈ ജനസംഘത്തിനെ പോലെ സപ്പോർട്ട് ബേസ് അവർക്കില്ല. അവരൊരു മിഡിൽ ക്ലാസിൻ്റെ പുതിയ ഭാവുകത്വത്തിൻ്റെ പാർട്ടിയായിട്ട് ഒരു ഡൽഹിയിലെ 1-2 റേപ്പ് കേസും അതുപോലെ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ താങ്ക്സ് ടു അജിത് ഡോവൽ രഹസ്യമായി പുറത്തുവിട്ട ഈ പറയുന്ന കുംഭകോണങ്ങളുടെ കണക്കും ഒക്കെ പറഞ്ഞു ഇങ്ങനെ പോയാൽ പോലെ ഈ രാജ്യം നന്നാണെന്നുള്ള ജനങ്ങളുടെ ഫീലിംഗ് നിന്ന് വന്നൊരു പാർട്ടിയാണ്. അതൊരു അത്ഭുതമാണ് ആ പാർട്ടി. അത് ഡൽഹി അവർ പിടിക്കുന്നു, അത് നിലനിർത്തുന്നു. അതിനുശേഷം അവർ പഞ്ചാബ് പിടിക്കുന്നു, അതുപോലെ ഗുജറാത്തിലൊക്കെ കോൺഗ്രസിൻ്റെ ചാൻസ് കളയാൻ അവർ വലിയ കാരണമാകുന്നു. അങ്ങനെയുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു വളർന്നു വരുന്ന പാർട്ടി എന്ന രീതി അവരെ ഗേജ് മുകളിലോട്ട് തന്നെയാണ്. പക്ഷേ ഇപ്പം അവർക്ക് ഇതുപോലെ തന്നെ ഡൽഹിൻ്റെയും പഞ്ചാബിൻ്റെ ഇടയിൽ കിടക്കുന്ന ഹരിയാനയിൽ ഇവർക്ക് ഇതുപോലെ സ്വാധീനം തെളിയിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ രീതിയിലൊരു സ്വാധീനം അവർക്ക് തെളിയിക്കാൻ പറ്റാതെ പോയി. എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ ഒരു അതിശക്തമായ മിഡിൽ ക്ലാസ്സിനെയാണ് അവർ അഡ്രസ്സ്. അവർ വളരുന്ന മൊത്തം മിഡിൽ ക്ലാസ് സൊസൈറ്റി ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. മിഡിൽ ക്ലാസ് സൊസൈറ്റി ഏറ്റവും ശക്തമായ സ്ഥലം ഒന്ന് പഞ്ചാബാണ്, ഒന്ന് ഡൽഹിയാണ്, വേറൊന്ന് കേരളമാണ്. കേരളത്തിൽ പക്ഷേ അവർക്ക് വളരാൻ പറ്റുന്നില്ല. കേരളം ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കേരളം അവർ ശ്രദ്ധിച്ചിരുന്നാൽ അവർക്ക് വളരാൻ പറ്റുമായിരുന്നു. ഇവിടെ ഈ നാടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ ആളുകൾ, പിന്നെ അല്ലെങ്കിൽ ഈ നാടിനെ എല്ലാം റൊമാൻറ്റിക്കായി കാണുന്ന കാരശ്ശേരിമാനെ പോലെ റൊമാൻറ്റിക്കായ ചില ആളുകൾ, മനോജ് പത്മനാഭനെ പോലെ ഈ നാടിൻ്റെ ചരിത്രപരമായ സ്വന്തനങ്ങൾ അറിയാതെ അങ്ങനെയുള്ള ലീഡർഷിപ്പാണ് ഇവരുടെ ഇടയിൽ. അതുകൊണ്ടാണ് കേരളത്തിൽ വളരാൻ പറ്റാത്തത്. കേരളം, തമിഴ്നാടും ഒക്കെ ഇവർക്ക് വളരാൻ നല്ല സാഹചര്യമുള്ള സ്ഥലമാണ്. ഗുജറാത്ത് ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റിയാണ്. അവിടേക്കാണ് ഇവർ വളരുന്നത്, നാഗരിക സ്വഭാവമുള്ളത്. ഇപ്പോൾ ഹരിയാന എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഗ്രാമീണ മേഖലയാണ്. ഇപ്പോൾ ചണ്ഡീഗഡ് പോലുള്ള നഗരങ്ങളുണ്ടെങ്കിൽ പോലും ഒരു ഗ്രാമീണ ജാട്ട് വോട്ട് ബാങ്ക്, അങ്ങനെ ജാതീയമായ വോട്ട് ബാങ്കുകൾക്ക് വലിയ സ്വാധീനമുള്ള ഹരിയാന പഞ്ചാബിൻ്റെ അടുത്താണ്, UPൻ്റെ അടുത്താണ്, UPയുടെ ഒക്കെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. ആ മേഖലയിൽ അവർക്ക് വളർന്നു വരാൻ കുറച്ചും കൂടി ടൈം എടുക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഒരു ട്രാൻസിഡ് അണ്ടർസ്റ്റാൻഡിങ് കോൺഗ്രസ്സുമായിട്ട് ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരിട്ട് അവർ സഖ്യത്തിന് വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു ട്രാൻസിഡ് അണ്ടർസ്റ്റാൻഡിങ് അവരുമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് വോട്ടുകൾ അവർ മറച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസ്സിന്. പക്ഷേ ഇതേ സമയം തന്നെ അവർ കുറേ വോട്ട് പിടിക്കും. കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന പ്രൊജക്റ്റ് ചെയ്ത വിജയത്തിലേക്ക് കോൺഗ്രസ് പോകാതിരിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ആം ആദ്മി പാർട്ടി മേടിച്ച വോട്ടുകൾ ഒരു പക്ഷേ നമ്മളിപ്പം കിട്ടിയ വോട്ടുകൾ അനലൈസ് ചെയ്യാൻ ഇരിക്കുന്നേ ഉള്ളൂ, ഒരു പക്ഷേ കാരണമായേക്കാം. ഒരു പക്ഷേ എന്ന് ഞാൻ പറയുന്നത്, കാരണം നമ്മൾ മുന്നിപ്പോൾ ഡാറ്റ ഇല്ല. വി ഹാവ് ഓൺലി ട്രെൻഡ്സ് ബിഫോർ അസ്. ട്രെൻഡ്സ് കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പം ആ ഒരു എന്താണ് സാമൂഹ്യമായ സാഹചര്യമാണ് പ്രധാനമായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് അതിവേഗം അവരവിടെ സ്വാധീനം ഉറപ്പിക്കാൻ സാധ്യതയുണ്ട് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി നേരത്തെ പറഞ്ഞ പോലെ ഒരു വളർച്ചയുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ BJP ആയിട്ടാണ് മത്സരം. BJP ഇവർ കാറ്റർ ചെയ്യുന്ന അർബൻ മിഡിൽ ക്ലാസ്സിനെ കാറ്റർ ചെയ്യുന്ന ഒരു പാർട്ടി തന്നെയാണ് BJP. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് വോട്ട് ചോർത്താൻ ബുദ്ധിമുട്ടാണ്. പഞ്ചാബിൽ അവരുടെ അകാലിദളിനും കോൺഗ്രസിൻ്റെ വോട്ടാണ് അവർ ചോർത്തിയത്. ബീഹാറിൽ ഇവിടെ അവർ കോൺഗ്രസിൻ്റെ വോട്ടാണ് ചോർത്തിയത്. എവിടെ? ഗുജറാത്തിൽ. അപ്പം എവിടുന്ന് അവർക്ക് വോട്ട് കിട്ടുന്നുള്ളൂ. അപ്പം ആം ആദ്മി പാർട്ടിനെക്കാട്ടും നല്ലൊരു ആം ആദ്മി പാർട്ടിയെ BJP അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ BJP കാസ്റ്റിനെതിരാണ്, കാസ്റ്റ് ബേസ്ഡ് വോട്ട് ബാങ്കിന് എതിരാണ്. അർബൻ വോട്ട് ബാങ്ക് പണ്ടേ BJP കിട്ടുന്നതാണ്. അതെല്ലാം ആയിരിക്കും അവരെ. പിന്നെ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. BJPക്കെതിരെ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് നിൽക്കണോ? കോൺഗ്രസിൻ്റെ കൂടെ പോകണോ? ഈ കൺഫ്യൂഷനിൽ അവർക്ക് കുറേ വോട്ട് പോയി. കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നല്ലോ ഇന്ത്യ സഖ്യത്തിൽ ലോക്സഭാ ഇലക്ഷൻ. നിയമസഭയിൽ പക്ഷേ അവരത് ചെയ്തിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ പരാജയത്തിൽ നമ്മൾ അവസാനം അനാലിസിസ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം വോട്ട് സ്പ്ലിറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം വോട്ട് കുറച്ചൊക്കെ സ്ഥലത്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും
അത് അവരുദ്ദേശിക്കുന്ന രീതി ചിലപ്പോൾ പറയണമെന്നില്ല, ആളുകൾ ചെയ്യണമെന്നില്ല. അതെ. പിന്നെ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല, ഇതൊരു ഫാക്ടറാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി പൊട്ടി പാളീസായി പോവുകയായിരുന്നു. ഈ കെജ്രിവാൾ അങ്ങയുടെ ഭാര്യനെ പിടിച്ച് മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ പൊട്ടി പാളീസായി പോവുകയായിരുന്നു. നമ്മൾ ഈ ഫെഫ്കേൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഫെഫ്കെ ശരിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. വിനയൻ്റെ ഏകാധിപത്യത്തിനെതിരെ വന്ന സംഘടനയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എൻ്റെ സുഹൃത്താണ്, ഉണ്ണി നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് അവർ മുന്നേക്ക് ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കരുതെന്നുള്ളത്. അപ്പോൾ ഉണ്ണി തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത്. അതാണ് ഫെഫ്കെക്കെതിരെ പുറത്തുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരേ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ആരോണെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ണി കാര്യങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷേ അന്ന് അവർ ഉയർത്തിയത് ഇങ്ങനെ ഒരു വാദമായിരുന്നു, ഏകാധിപത്യം, അങ്ങനെ ഒരാൾ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇതേ പ്രശ്നമാണ് ആം ആദ്മി പാർട്ടിയിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മുഖ്യമന്ത്രിയായി വന്നിരുന്നത് സംഭവിക്കുക. അപ്പോൾ ഈ ഏതാണ് ഗാന്ധിജിയുടെ ബുദ്ധിയുള്ള ഒരാളാണ്, ബനിയാണ് ആര്, കെജ്രിവാൾ. ഗാന്ധിയുടെ ലുക്കും ഗാന്ധിയുടെ ജാതിയും ഗാന്ധിയുടെ ഏതാണ്ട് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ എന്താണ് ഒരു പരിഷ്കാരിയായ ഗ്രാമീണൻ, അതാണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് അയാൾ തന്ത്രപരമായിട്ട് അതിശീനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി. പക്ഷെ അവിടെ ഒരു കാര്യമുള്ളത്, ഇദ്ദേഹം ജയിലിൽ പോയത് ആ പാർട്ടിക്ക് വലിയ ക്ഷീണമായില്ല. അദ്ദേഹത്തിനെതിരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇമേജ് കുറേ ആളുകൾക്കെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഇമേജിൽ ഒരു സംശയം. ഒരു മിഡിൽ ക്ലാസിന്റെ കോടതി ജാമ്യം കൊടുത്തു, പക്ഷേ എങ്കിലും അല്ല, അത് അദ്ദേഹത്തിന് എവിടേക്കോ ദുരൂഹതകളുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് രക്തസാക്ഷി പരിവേഷം കിട്ടാനാണ് അത് കാരണമാകുക. പക്ഷെ അത് ഹരിയാനയിലെ വോട്ടായി മാറി. അല്ല, അത് അങ്ങനെ പെട്ടെന്ന് വോട്ടായി മാറില്ല. പക്ഷെ ഈ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് മാറും. ഇപ്പോൾ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടിയിട്ടുണ്ട്, അത് ഗുണവും ചെയ്യും അവർക്ക്. ഇപ്പം അവരെ പ്രശ്നം കൺഫ്യൂഷൻ ഉണ്ട്. പണ്ട് കോൺഗ്രസിനെതിരായ ഫൈറ്റ്, ഇപ്പം BJPക്ക് എതിരായ ഫൈറ്റ്. അപ്പോൾ കോൺഗ്രസുമായിട്ടുള്ള ഫൈറ്റ് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ അവർക്കൊക്കെ ഉണ്ട്. അത് അവർക്ക് മാത്രമല്ല, CPM-നൊക്കെ ഉണ്ട്, കോൺഗ്രസിനെ എങ്ങനെ കാണണമെന്നുള്ളത്. അതിനിടയ്ക്ക് BJP കാര്യം കുറച്ചുകൂടി എളുപ്പമാണ്. ഇവരെ കൺഫ്യൂഷൻ BJPക്ക് മുതലെടുക്കാൻ പറ്റും. ആം ആദ്മി പാർട്ടി അങ്ങനെ എഴുതി തള്ളൊന്നും വേണ്ട. അവർക്ക് ഇന്ത്യയിലെ ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആസ്പയറിങ് ആയിട്ടുള്ള അർബൻ മിഡിൽ ക്ലാസിൻ്റെ സ്വാധീനമുണ്ട് അവർക്ക്. കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നും അവർക്ക് ഈ BJP നടത്തുന്ന പോലെ ഓപ്പറേഷൻ അവരെ നടത്തിയെന്ന് അവരെന്ന് ഭരണം പിടിച്ചെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അവർക്ക് ഇവിടെ കിട്ടുന്ന മൊത്തം പേട് തേങ്ങകളാണ്. അതാണ് പ്രശ്നം. കേരളത്തിൽ പറയാൻ വേണ്ടി നല്ല നേതാക്കന്മാരില്ല. ഇല്ല, അത് അവർ നമ്മളറിയാത്ത കുറേ ആളുകളാണ് ഇവിടെ. അത് അവർക്കൊന്നും ജനങ്ങളെ ഒന്ന് ഗഡ്സ് വേണം. ഇപ്പം കാരശ്ശേരി മാഷൊക്കെ എന്ന് വെച്ചാൽ ഒരു ചാരുകസേര ബുദ്ധിജീവിയാണ്. മൂപ്പരൊക്കെയാണ് ഒന്ന്, നീലകണ്ഠനൊക്കെ. വേഗം ഈ മനോജ് പരമനാഭനെ പോലെയുള്ള ഒരു അർബൺ എലീറ്റാണ്. വലിയ ഈ കമ്പനികളോ അവർ കാര്യങ്ങളറിയാം, പക്ഷേ ഈ കേരളത്തെ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യണ്ടേ. അങ്ങനെയാണ് ഇപ്പോൾ VS അച്യുതാനന്ദനെ പോലെ നേതാവിനെ, അല്ലെങ്കിൽ TP ചന്ദ്രശേഖരനെ പോലെയുള്ള നേതാവിനൊക്കെ അവർ കിട്ടിയാൽ അവർ പെട്ടെന്ന് വളരും. നേതാവില്ലാത്ത അൻപറിനെ കിട്ടിയാലും മതി. പക്ഷേ അങ്ങനെയുള്ള ആളുകളൊന്നും ഞാൻ മനസ്സിലാക്കി അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ ആരെ അടുപ്പിക്കുന്നില്ല എന്നാണ്. മൂപ്പർക്ക് അങ്ങനെ ചില സംശയങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ ഇത് തന്നെയാണ്. തമിഴ്നാട്ടിൽ ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്ക് അരവിന്ദ് കെജ്രിവാൾ ചെയ്യുന്ന വിജയിനെ വല്ലാതെ ചാക്കിട്ട് അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ വിജയ് ആ സ്പേസിലേക്ക് വന്നു, ഇനി ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു എലീറ്റ് അർബൻ മിഡിൽ ക്ലാസ് ഉണ്ട്. പ്ലസ് മൃദു ഹിന്ദുത്വ നിലപാടുള്ള ആളുകളുണ്ട്. അവർ RSSൻ്റെ കൂടെ അല്ല, അവർ പക്ഷേ ഒരു ഓൾട്ടർനേറ്റീവ് നാഷണലിസ്റ്റ് ഓൾട്ടർനേറ്റീവിൻ്റെ കൂടെ. അത് ഇവർക്ക് ആം ആദ്മി പാർട്ടിക്ക് നല്ല ചാൻസ് ഉള്ളതാണ്. അത് ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെ വിധിയും പഞ്ചാബ് ഇലക്ഷൻ വളരെ നിർണായകം. പഞ്ചാബിൽ അവർക്ക് ഇപ്പോൾ എത്രത്തോളം ജനപിന്തുണ ഉണ്ട് എന്നുള്ളത് വളരെ നിർണായകമാണ്. പഞ്ചാബിൽ ഇവർ ഈ നേതാക്കന്മാർ ജയിലിലേക്ക് പോയതിൻ്റെയും പിന്നെ അരവിന്ദ് കെജ്രിവാൾ ഒരു ബിംബമായി ഇങ്ങനെ നിന്നതിൽ ആ ബിംബം പെട്ടെന്ന് ഇല്ലാതാകുന്നു, അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ വേറെ ചില ആരോപണങ്ങൾ. അദ്ദേഹത്തിന് രാജ്യത്തിന് പുറത്തുള്ള ആളുകളുടെ സപ്പോർട്ടുണ്ട്. അല്ല, അതിപ്പോൾ സോറോസിന്റെ അങ്ങനെയുള്ള ഇത്തരം ആളുകളുടെ സപ്പോർട്ട് ഇവർക്കൊക്കെ ഇന്ത്യയിൽ ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. രാജ്യവിരുദ്ധ ശക്തികളുടെ തന്നെ ഫണ്ടിങ് ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അത് പല രൂപത്തിലേ വരും. നിങ്ങളിപ്പോൾ നേരിട്ട് എന്നോട് കാണിച്ചു തരണമെന്ന് പറഞ്ഞാലൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ പലരും പുറം രാജ്യങ്ങൾ പോയി ആരൊക്കെയാണ് കാണുന്നത്, ഏതൊക്കെ ഫേംസിൽ നിന്നാണ് ഫണ്ട് സ്വീകരിക്കുന്നത്, ഏതൊക്കെ വ്യക്തികൾ വഴിയാണ് ഫണ്ട് വരുന്നത്, ഏതൊക്കെ ഷെൽ കമ്പനികൾ വഴിയാണ് ഫണ്ട് വരുന്നത് അന്വേഷിച്ചാൽ കിട്ടും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ചില രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫണ്ടൊക്കെ മേടിക്കുക അവരെ രാജ്യത്തിന് അനുകൂലമായിട്ട് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ BJPക്ക് CIA ഉൾപ്പെടെയുള്ള ആളുകളായിട്ട് ബന്ധമുണ്ട്, സത്യമാണ്. കാർണഗി ഫൗണ്ടേഷനൊക്കെ ആയിട്ട് CIAയുടെ ഒരു ബ്രാഞ്ചാണ് കാർണഗി ഫൗണ്ടേഷൻ, ബന്ധമുണ്ട്.
BJPക്കാർ അവിടെ പോയി കാര്യങ്ങളൊക്കെ പഠിച്ച് ഫണ്ടൊക്കെ കൊണ്ടുവന്ന് കോൺഗ്രസിനെതിരെ അത് ഉപയോഗിക്കും. പക്ഷേ ഫൈനലി ഇന്ത്യക്ക് ഗുണകരമാണ്. കോൺഗ്രസ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് അങ്ങനെ തന്നെയാണ്. BJPന് അത്ര അല്ലെങ്കിൽ പോലും ഇവരൊക്കെയായിട്ട് അവർക്ക് ബന്ധമുണ്ട്, ആരെയും പിണക്കൊന്നുമില്ല. പക്ഷേ ഫൈനലി രാജ്യം ഒന്നാമത് വരും. വേറെ പല ആളുകളുണ്ട്, അവർക്ക് രാജ്യം മറ്റൊന്നും പ്രശ്നമല്ല, അവർക്ക് ഈ ഫണ്ടും വേണം, പിന്നെ അവരുടെ കുടുംബത്തെ നന്നായി പ്ലേസ് ചെയ്യാൻ വേണം. ഇവിടെ എന്ത് സംഭവിച്ചാലും അവർക്ക് പ്രശ്നമില്ല. അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.